ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് ഓഗസ്റ്റ് 12 മൺഡേ ആണ് കേട്ടോ. പ്രിയപ്പെട്ട എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളും സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അതേപോലെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഞങ്ങളും സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്കും സ്വാഗതം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ SJ ഫാമിലി ഹാപ്പി കുക്കിംഗ് ആൻഡ് ഫൺ വിത്ത് us. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നല്ലോ. ഞാനിന്ന് വന്നിട്ടുള്ളത് കുഞ്ഞു മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ചിക്കൻ പിസയുടെ റെസിപ്പിയുമായിട്ടുണ്ട് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഞാൻ വെജ് പിസയുടെ റെസിപ്പി, ബ്രെഡ് കൊണ്ടുള്ള വെജ് പിസയുടെ റെസിപ്പി ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് കാണാൻ. ഇനി ഞാൻ ഉണ്ടാക്കാനായി പോകുന്നത് ചിക്കൻ പിസയാണ് കേട്ടോ. ഞാനിവിടെ ഉണ്ടാക്കാനായി പോകുന്നത് മാവൊന്നും കുഴയ്ക്കാതെ തന്നെ നമുക്ക് ബ്രെഡ് കൊണ്ട് തന്നെ ചിക്കൻ പിസ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനതിവിടെ എടുത്തിട്ടുള്ളത് 8 വൈറ്റ് ബ്രെഡ് ഉണ്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാൻ ഇന്ന് വൈകുന്നേരം ചിക്കൻ ഫ്രൈ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈസി ആയിട്ട് വെറും 20 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനേ പറ്റും കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇന്ന് വൈകുന്നേരം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കാണണേ. അപ്പോൾ ഞാനതാ ആ ചിക്കൻ ഫ്രൈ കൊണ്ടാട്ടോ ഞാനിന്നിവിടെ ചിക്കൻ ബ്രെഡ് പിസ ഉണ്ടാക്കാനായി പോകുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ ബ്രെഡ് പിസ ഉണ്ടാക്കാനായിട്ട് ഞാനിതവിടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനിൽ ഞാനിത് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 8 വൈറ്റ് ബ്രെഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പിസ്സ സോസാണ് കേട്ടോ. ഈ പിസ്സ സോസ് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും വാങ്ങാനായി കിട്ടും. അല്ലെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കണമെങ്കിലും ഒന്നുകൂടെ കുറച്ചുകൂടെ ഒന്ന് ഹെൽത്തി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പിസ്സ സോസ് ഉണ്ടാക്കാനായിട്ട് നന്നായി പഴുത്ത 3 തക്കാളി നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ട് കത്തി കൊണ്ട് ഒന്ന് കീറിയ ശേഷം ലൈൻസ് ഇട്ട് കൊടുത്ത ശേഷം നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് 2 സവോള തൊലിയെല്ലാം കളഞ്ഞ് വാഷ് ചെയ്തെടുത്ത ശേഷം ചെറുതാക്കി കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് 10 അല്ലി വെളുത്തുള്ളി തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് 2 ചുവന്ന മുളക് ഉണക്കമലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കറിൽ ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം ആ തക്കാളിയിലെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്കൊന്ന് തണുക്കാനായി മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ആ തക്കാളിയും നമ്മൾ വേവിച്ച് വെച്ചിരുന്ന തക്കാളിയും സവോളയും വെളുത്തുള്ളിയും ചുവന്ന മുളകും കൂടെ നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ കാശ്മീരി മുളക് കൂടി എന്തിനാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പിസ്സ സോസിന് നല്ലൊരു റെഡ് കളർ കിട്ടാൻ കേട്ടോ നമ്മളിവിടെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് ഉപ്പും അതേപോലെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ഞാനിതാ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തു. അത് ചൂടായുമ്പോൾ ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി. ആ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നതും അതിലേക്ക് നമ്മളിത് അരച്ച് വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തക്കാളിയും വെളുത്തുള്ളിയും ചുവന്ന മുളകും സവോളയും കൂടെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1/4 ടീസ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. വിനീഗർ ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞതും അതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒറിഗാനോ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും വാങ്ങാനായി കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഒറിഗാനോ വീട്ടിലുണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റ് നല്ലപോലെ നമുക്കൊന്ന് ചൂടാക്കിയെടുത്താൽ നമ്മുടെ പിസ്സ സോസ് വീട്ടിൽ തന്നെ ഇവിടെ റെഡിയാക്കി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കത് ആ പിസ്സ സോസ് ഞാനിവിടെ ചിക്കൻ പിസ്സയൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ ഇതേപോലെ ദോശത്തവയുണ്ട് ഇവിടെ ചിക്കൻ പിസ്സ ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഞാൻ ആ ദോശത്തവയിലേക്ക് ഒരല്പം നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ, ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതേപോലെ 4 പീസ് ബ്രെഡാണ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ബ്രെഡ് വെച്ച് കൊടുക്കാൻ പറ്റുന്ന പാകത്തിന് കേട്ടോ നമുക്കിവിടെ ദോശക്കല്ല് എടുക്കാനായിട്ട്. ബ്രെഡ് അതിൻ്റെ ഉള്ളിലേക്ക് നിൽക്കുന്ന വിധത്തിൽ വേണ്ടിയിട്ട് നമുക്കിവിടെ ദോശക്കല്ല് എടുക്കാനായിട്ട്. അങ്ങനെ ദോശക്കല്ലിലേക്ക് നമ്മളിതാ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളിതാ ഇതേപോലെ 4 പീസ് ബ്രെഡ് വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മളിതാ മയോണൈസാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത്. ഈ മയോണൈസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. മുട്ടയൊന്നും ചേർക്കാതെ തന്നെ ഉരുളക്കിഴങ്ങ് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ മയോണൈസും ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനേ പറ്റൂ കേട്ടോ. ഇതിൻ്റെ വീഡിയോയും ഞാൻ 3 ആഴ്ച മുന്നേ 3 വീക്സ് മുന്നേ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കാണണേ. അപ്പോൾ അങ്ങനെ നമ്മളിതാ മയോണൈസും കൂടെ ഇവിടെ തേച്ച് കൊടുത്തു കേട്ടോ ബ്രെഡിൻ്റെ മുകളിലേക്ക്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക്
ചീസ് സ്ലൈസസ് ആണ് ഇവിടെ വെച്ച് കൊടുക്കേണ്ടത്. ഈ ഗ്യാപ്പെല്ലാം കാണുന്ന അവിടെ ചീസ് സ്ലൈസസ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഗ്യാപ്പെല്ലാം ഒന്ന് അടച്ചെടുക്കാം കേട്ടോ. ഈ ചീസ് സ്ലൈസസ് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും വാങ്ങാനായി കിട്ടും കേട്ടോ. അല്ലെങ്കിൽ എല്ലാ മിൽമ ഷോപ്പിലും നമുക്ക് ഈ ചീസ് സ്ലൈസസ് വാങ്ങാനായി കിട്ടും. അങ്ങനതാ ഈ ഗ്യാപ്പ് കാണുന്നവിടെയൊക്കെ നമുക്ക് ഇതേപോലെ ചീസ് സ്ലൈസസ് വെച്ചിട്ട് അടച്ചു കൊടുക്കാം. ഞാനിതാ ഇതേപോലെ ചീസ് സ്ലൈസസ് വെച്ചിട്ട് ഗ്യാപ്പെല്ലാം അടച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ ഈ ഗ്യാപ്പ് കാണുന്ന ഇവിടെയെല്ലാം നമുക്ക് ഇതേപോലെ ചീസ് സ്ലൈസസ് വെച്ചിട്ട് അടച്ചു കൊടുക്കാം. ഓരോ പീസ് ചീസ് സ്ലൈസസ് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളിതാ ചീസ് ലേസസ് എല്ലാം വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഗ്യാപ്പെല്ലാം അടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് ഉണക്കമുളക് ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 3-4 ഉണക്കമുളക്, ചുവന്ന മുളക് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് കേട്ടോ ഇത് റെഡ് ചില്ലി ഫ്ലേക്സ്. ഇത് ഞാനിവിടെ ആ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബ്രെഡിൻ്റെ മുകളിലേക്ക് മയോണൈസും അതേപോലെ ചീസ് ലേസസും വെച്ച് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ചില്ലി ഫ്ലേക്സ്, ചുവന്ന മുളക് ചതച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരിഗനോ ആണ് കേട്ടോ. ഈ ഒരിഗണയും നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും വാങ്ങാനായി കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇതും റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഈ ഒരിഗനോ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് പനിക്കൂർക്കടയിലയാണ് കേട്ടോ. പനിക്കൂർക്കടയിലയും കൃഷ്ണ തുളസിയുമാണ് കേട്ടോ നമുക്കിവിടെ ഇതിനായിട്ട് വേണ്ടത്. അങ്ങനെ നമ്മൾ പനിക്കൂർക്കടയിലയും കൃഷ്ണ തുളസിയും കുറച്ചെടുക്കാം. കൃഷ്ണ തുളസിയുടെ പൂ എടുത്താലും കുഴപ്പമൊന്നുമില്ല, ഇല എടുത്താലും രണ്ടും എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമുക്ക് ഈ കൃഷ്ണ തുളസിയും അതേപോലെ പനിനീർ കൂർക്കടയിലയും നമുക്ക് ഒന്നുകിൽ വെയിലത്ത് വെച്ചിട്ട് ഒരു നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 4-5 ദിവസം നല്ലപോലെ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം. നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദോശക്കല്ല് ചൂടാക്കിയിട്ട് ദോശക്കല്ല് സിമ്മിൽ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ പനിക്കൂർക്കടയിലയും അതേപോലെ കൃഷ്ണ തുളസിയും ദോശക്കല്ലിലേക്ക് ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. നിരത്തിയിട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. ഒന്ന് വാട്ടിയെടുത്താൽ നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുത്താൽ നമ്മുടെ ഒരിഗാനോ ഇവിടെ റെഡി ആക്കിയിട്ട് അങ്ങനെ ചൂടാക്കിയെടുത്ത് പനിനീർ കൂർക്കട ഇലയും അതേപോലെ കൃഷ്ണ തുളസിയും നമുക്ക് കൈ കൊണ്ട് ചൂടോടുകൂടെ തന്നെ അതേപോലെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ നമ്മുടെ ഒരിഗാനോയും ഇവിടെ ഇതേപോലെ റെഡിയായി കിട്ടും കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്ത ശേഷം അതിലേക്ക് ഒരു ശകലം ഉണക്കമുളക് ചതച്ചതും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ഒറിഗാനോ നമുക്ക് റെഡിയായി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളിതാ ഒറിഗാനോ കൂടെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാനിതാ 4 പീസ് ബ്രെഡും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒറിഗാനോ വീട്ടിലുണ്ടാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റുകളിലും ഒറിഗാനോ വാങ്ങാനായി കിട്ടും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പനിക്കൂർക്കയും കൃഷ്ണ തുളസിയും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറിഗാനോയും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ദോശക്കല്ലിലേക്കൊന്ന് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക. അതിലേക്ക് ഒരു ശകലം ഉണക്കമുളക് ചതച്ചതും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ഒറിഗാനോ ഇവിടെ റെഡിയായി കിട്ടും. അങ്ങനെ നമ്മളിതാ അതിൻ്റെ മുകളിലേക്ക് 4 പീസ് ബ്രെഡ് പീസും കൂടെ വെച്ച് കൊടുത്തു കേട്ടോ. വൈറ്റ് ബ്രെഡ് 4 കൂടെ വെച്ച് കൊടുത്തു. ഇനി നമുക്കതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ നമ്മളിവിടെ പിസ്സ സോസ് തേച്ച് കൊടുക്കേണ്ടത്. ഞാനിതവിടെ പിസ്സ സോസ് അതിൻ്റെ മുകളിലേക്കായിട്ട് നല്ലപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഇതേപോലെ ഞാൻ ചെയ്യുന്ന പോലെ തേച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളിതാ പിസ്സ സോസ് തേച്ച് കൊടുത്തു കേട്ടോ. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് മയോണൈസ് തേച്ച് കൊടുക്കാം കേട്ടോ. ഞാനത് മയോണൈസും കൂടെ അതിൻ്റെ മുകളിലേക്കായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മയോണൈസും കൂടെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് ഞാനിതാ ഒരു സവാള എടുത്തിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് നന്നായി വാഷ് ചെയ്തെടുത്ത ശേഷം അതും ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട്
അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് യെല്ലോയോ റെഡോ ഗ്രീനോ ഏത് ക്യാപ്സിക്കം വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ക്യാപ്സിക്കം ഞാനിതവിടെ ഗ്രീൻ കളർ ക്യാപ്സിക്കം ഇട്ട് എടുത്തിട്ടുള്ളത്, കുടമുളകാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അത് ഞാൻ നല്ലപോലെ വാഷ് ചെയ്തിട്ട് എടുത്ത ശേഷം ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ നന്നായി പഴുത്ത തക്കാളി ഒരെണ്ണം എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത ശേഷം അതും ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് സ്വീറ്റ് കോൺ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. സ്വീറ്റ് കോൺ ഇഷ്ടമുള്ളവർക്ക് സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ സ്വീറ്റ് കോൺ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ സ്വീറ്റ് കോണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സ്വീറ്റ് കോൺ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ ഇന്ന് വൈകുന്നേരം നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കാണുന്നത്. അങ്ങനത്തെ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്ത ശേഷം ഞാനിതാ ചെറുതാക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വെറും 20 മിനിറ്റ്സ് കൊണ്ട് ഈസി ആയിട്ട് വീട്ടിൽ എടുക്കാൻ പറ്റുന്ന ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ വീഡിയോ ഞാനിന്ന് വൈകുന്നേരം നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് കാണണേ. അങ്ങനെ നമ്മളത് ആ ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുത്ത ശേഷം ഇതേപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളിത് ചിക്കൻ ഫ്രൈ എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് മോസറല്ല ചീസാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. മോസറല്ല ചീസോ അല്ലെങ്കിൽ പിസ്സ ചീസോ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം വാങ്ങാനായി കിട്ടും. അങ്ങനെ നമ്മളിതാ മോസറല്ല ചീസ് പിസ്സ ചീസ് എല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ മാത്രം ഒലിവ്സ്, ബ്ലാക്ക് ഒലിവ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഇതാണ് കേട്ടോ ബ്ലാക്ക് ഒലിവ്സ്. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഈ ബ്ലാക്ക് ഒലിവ്സും വാങ്ങാനേ കിട്ടും. ഇതാണ് കേട്ടോ ബ്ലാക്ക് ഒലിവ്സ്. ഇതും കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്ലാക്ക് ഒലിവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഒലിവ്സ് ഇട്ട് കൊടുക്കാതെ തന്നെ നമുക്ക് പിസ്സ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഒലിവ്സ് ഉള്ളത് കൊണ്ടാണ് ഞാനിവിടെ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ബ്ലാക്ക് ഒലിവ്സും കൂടെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഉണക്കമുളക് ചതച്ചതും അതേപോലെ ഒരിഗാനോ കുറച്ചുകൂടെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മളിതാ ഉണക്ക ചതച്ച മുളക് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ഒരിഗാനോ കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ഗ്യാസിൻ്റെ ഫ്ലെയിം സിമ്മിൽ വെച്ച് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മളിത് ഇതെല്ലാം വെച്ച് കൊടുത്ത ശേഷം മാത്രമേ നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓണാക്കാൻ പാടുള്ളൂ കേട്ടോ. ഞാനിത് ഇപ്പോഴും ഗ്യാസിൻ്റെ ഫ്ലെയിം ഓണാക്കിയിട്ടില്ല. ബ്രെഡെല്ലാം വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഫില്ലിങ്സ് എല്ലാം വെച്ച് കൊടുത്ത ശേഷം മാത്രമേ നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓണാക്കി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡെല്ലാം അടി കരിഞ്ഞു പോവും. ഇപ്പോഴാണ് കേട്ടോ നമുക്കിവിടെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓണാക്കി കൊടുക്കേണ്ടത്. എല്ലാം വെച്ച് കൊടുത്ത ശേഷം മാത്രമേ നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓണാക്കി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനിയുണ്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അതിനായിട്ട് ഞാൻ അവിടെ ഇതേപോലത്തെ ഒരു ലിഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, മൂടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ മൂടിയിലിത് ഇവിടെ ഒരു ഹോള് കാണുന്നുണ്ട് കേട്ടോ. ആ ഹോള് ഒന്ന് പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു തുണി കൊണ്ടോ ഇതേപോലെ അടച്ച് വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഹോള് തുറന്ന് വെച്ചിട്ട് ബേക്ക് ചെയ്താൽ നമ്മുടെ മൂടിയിലുള്ള ലിഡിലുള്ള വെള്ളമെല്ലാം ആ ബ്രെഡിലേക്ക് ഇറങ്ങി ബ്രെഡ് ചീത്തയായി പോകും. അതുപോലെ ചീസൊന്നും മെൽറ്റായി വരില്ല കേട്ടോ. അതുകൊണ്ട് ഈ ഹോളൊന്ന് ഇതേപോലെ അടച്ച് വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അടച്ച് വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ അടച്ച് വെച്ച് കൊടുക്കുന്ന മൂടിയിൽ ലിഡിൽ ഹോൾ ഉണ്ടെങ്കിൽ മാത്രം ഇതേപോലെ ഒന്ന് അടച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ പ്ലേറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതേപോലെ അടച്ച് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഹോൾ ഇതേപോലെ അടച്ച് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. പ്ലേറ്റിലൊന്നും ഹോൾ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ ഏതെങ്കിലും ഒരു ലിഡ് കൊണ്ടോ അല്ലെങ്കിൽ പ്ലേറ്റ് കൊണ്ടോ ഇതേപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 6 മിനിറ്റാണ് എനിക്കിവിടെ ബേക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് കൊണ്ടൊരു ചിക്കൻ പീസ് അതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ചീസെല്ലാം ഇതവിടെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും കാണാനായി പറ്റുന്നുണ്ടല്ലോ അല്ലേ. നേരത്തെ നമ്മൾ ചേർത്ത് കൊടുത്ത പോലെയല്ല കേട്ടോ ചീസ്. നമ്മൾ മുകളിലിട്ട് കൊടുത്ത ചീസെല്ലാം നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മുടെ ചിക്കൻ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബ്രെഡ് കൊണ്ടുള്ള ചിക്കൻ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞു മക്കൾക്കൊക്കെ ഇതേപോലെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവർ ഹാപ്പി ആവും, അവർ കഴിച്ചോളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും ഗസ്റ്റ് വന്നാലോ അവർക്കൊക്കെ ഇതേപോലെയൊക്കെ വെറൈറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾക്കായാലും ഇടയ്ക്കൊക്കെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കഴിക്കണം തോന്നിയാൽ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതേപോലെ പിസ്സയൊക്കെ വീട്ടിലുണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ പിസ്സ കഴിക്കാനായിട്ട് നമുക്ക് കടകളിലൊന്നും പോകേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ നമുക്ക് പിസ്സ ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഒന്ന് പണിയെടുത്താൽ നമുക്ക് വീട്ടിൽ തന്നെ പിസ്സ ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മാത്രം പോരാ, ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. മറക്കാതെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാനിതാ സെർവിങ് പ്ലേറ്റിലേക്ക് ചിക്കൻ പീസ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതാ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചിക്കൻ പീസ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.